ഇന്ത്യ പാക് അതിർത്തി പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള കർശന തിരിച്ചടി വരുമെന്ന പേടിയിലാണ് പാകിസ്ഥാൻ. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പാകിസ്ഥാൻ നിർത്തിവെച്ചു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ വ്യോമപാത അടച്ചിടാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതായാണ് പാക് സിവിൽ ഏവിയേഷനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമാബാദ്, മുൾട്ടാൻ, ലാഹോർ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ നിർത്തിവെച്ചിരുന്നു. അതിർത്തിയിലെ സംഘർഷങ്ങളെ തുടർന്ന് 9 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി ഇന്ത്യ നിർത്തിവച്ചിരുന്നെങ്കിലും മണിക്കൂറുകൾക്കകം പുനഃസ്ഥാപിച്ചു. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടെ എയർ കാനഡ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമം പരാജയപ്പെടുത്തുന്നതിനിടെ തടവിലാക്കപ്പെട്ട പൈലറ്റിന്റെ മോചനത്തിനായി ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ജനീവ കരാർ പാലിച്ച് യുദ്ധ തടവുകാരനായ പൈലറ്റിനെ ഉടൻ വിട്ടു നൽകണമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ 2 തവണ 3 സേനാ മേധാവികളുമായി ചർച്ച നടത്തി. പാകിസ്ഥാന്റെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് സർക്കാർ നൽകിയിട്ടുള്ളത്. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പരിക്കേറ്റ പൈലറ്റിനെ മോശമായി ചിത്രീകരിച്ചതിലുള്ള പ്രതിഷേധവും പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സയ്യിദ് ഹൈദർ ഷായെ വിളിച്ചു വരുത്തി ഇന്ത്യ അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർക്ക് ഇന്ത്യ കൈമാറി. അതേസമയം അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിർത്തി മേഖലയിലെ സ്കൂളുകൾക്ക് ഇന്നും അവധി നൽകി. അതിനിടെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. ജെയ്ഷെ ഭീകര ക്യാമ്പ് ആക്രമിച്ചുവെന്ന ഇന്ത്യയുടെ അവകാശവാദം തെറ്റാണെന്ന് മസൂദ് അസർ പറയുന്നു. അതിനിടെ സംഘർഷ സാഹചര്യങ്ങൾ തീരുന്നതുവരെ ഭരണകക്ഷിയായ BJP ഉൾപ്പെടെ എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പരിപാടികൾ മാറ്റിവെക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടാവുകയും തുടർന്ന് സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോവുകയും ചെയ്ത സമയത്ത് ഖേലോ ഇന്ത്യ പരിപാടിയുടെ ആപ്പ് പുറത്തിറക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. വ്യോമാക്രമണം BJP രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം തള്ളി കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രംഗത്ത് വന്നു. നേരത്തെ വ്യോമാതിർത്തി ലംഘിച്ച പാക് പോർ വിമാനങ്ങളിലൊന്ന് ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. അതിർത്തി ലംഘിച്ച് ആക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ വ്യോമസേനയുടെ ശ്രമത്തെ ധീരമായി ചെറുത്തു തോൽപ്പിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ പൈലറ്റിനെ കാണാതായത്. മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അതിനിടെ പാകിസ്ഥാനെതിരെ കൂടുതൽ ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നു. ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് തലവനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും UN രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ടു. പാക് ഭീകരരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യ കൈമാറിയതോടെ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലായി. പാകിസ്ഥാനിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഡൽഹിയിലും കാശ്മീരിലും വിഘടനവാദികളുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.